കേരളത്തിലെ ഏതൊരു സാധാരണ കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ അടിത്തറ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്നുള്ള പ്രവാസികളുടെ വിയർപ്പിലാണ്. അതിൽ തന്നെ മികച്ച ജീവിത സാഹചര്യങ്ങൾ, സുരക്ഷ, ഉയർന്ന ശമ്പളം, ആധുനികമായ ജീവിതശൈലി എന്നിവ കൊണ്ട് ലക്ഷക്കണക്കിന് മലയാളി യുവാക്കളെ ആകർഷിക്കുന്ന സ്വപ്നഭൂമിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. ദുബായിലും അബുദാബിയിലുമൊക്കെ ഒരു ജോലി എന്നത് പലരുടെയും കരിയർ സ്വപ്നങ്ങളുടെ അവസാന വാക്കാണ്. എന്നാൽ അടുത്ത കാലത്തായി പുറത്തുവരുന്ന വാർത്തകളും സാമ്പത്തിക റിപ്പോർട്ടുകളും ഈ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. UAEയിലെ തൊഴിൽ വിപണിയിൽ സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള വലിയൊരു മന്ദഗതിയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇത് കേവലം താൽക്കാലികമായ ഒരു പ്രതിഭാസമല്ലെന്നും പ്രവാസികളുടെയും ഭാവി തൊഴിൽ സുരക്ഷിതത്വത്തെ ഗുരുതരമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മാറ്റങ്ങളുടെ തുടക്കമാണെന്നുമാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗൾഫ് മേഖലയിലെ പ്രമുഖ തൊഴിൽ പോർട്ടലായ നൗകരി ഗൾഫ് പുറത്തുവിട്ട ഏറ്റവും പുതിയ നിയമന സൂചിക റിപ്പോർട്ടുകൾ പ്രവാസികൾക്ക് വലിയ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് UAEയിലെ മൊത്തം തൊഴിൽ നിയമനങ്ങളിൽ 23% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ മലയാളി പ്രവാസികളിൽ ഭൂരിഭാഗവും ആശ്രയിക്കുന്ന ഇടത്തരം കുറഞ്ഞ ശമ്പളമുള്ള ജോലികളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും ക്രൂരമായി ബാധിച്ചിരിക്കുന്നത്. പ്രതിമാസം 10,000 ദിർഹം വരെ ശമ്പളം ലഭിക്കുന്ന സാധാരണ ജോലികളുടെ നിയമനങ്ങളിൽ 26% ഭീമമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് രൂപയുടെ കടം വീട്ടാനും കുടുംബം പുലർത്താനും ഗൾഫിലേക്ക് വണ്ടി കയറുന്ന സാധാരണക്കാരെയാണ് ഈ മാറ്റം നേരിട്ട് ബാധിക്കുന്നത്. ഈ പ്രതിസന്ധി കേവലം കുറഞ്ഞ ശമ്പളമുള്ള വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. പ്രതിമാസം 11,000 മുതൽ 20,000 ദിർഹം വരെ ശമ്പളമുള്ള തസ്തികകളിലെ നിയമനങ്ങളിൽ 22%, 21,000 മുതൽ 40,000 ദിർഹം വരെ ശമ്പളമുള്ള ഇടത്തരം എക്സിക്യൂട്ടീവ് ജോലികളിൽ 19% കുറവുണ്ടായിട്ടുണ്ട്. ഉയർന്ന ശമ്പള വിഭാഗമായ 40,000 മുതൽ 80,000 ദിർഹം വരെയുള്ള ജോലികളിൽ 11% ഇടിവ് സംഭവിച്ചപ്പോൾ പ്രതിമാസം 1.5 ലക്ഷം ദിർഹത്തിലധികം ശമ്പളം പറ്റുന്ന ഉന്നത മാനേജ്മെന്റ് തസ്തികകളെ ഈ പ്രതിസന്ധി കാര്യമായി ബാധിച്ചിട്ടില്ല. ചുരുക്കത്തിൽ കോർപ്പറേറ്റ് തലത്തിലുള്ള സുരക്ഷിതർക്ക് മാറ്റമില്ലാതെ തുടരുമ്പോൾ സാധാരണക്കാരായ തൊഴിലാളികളും മധ്യവർഗ പ്രൊഫഷണലുകളുമാണ് ഇവിടെ വലിയ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നത്. UAEയുടെ തൊഴിൽ വിപണിയെ ഈ രീതിയിൽ തകിടം മറിച്ചതിന് പിന്നിലെ പ്രധാന വില്ലൻ നിലവിലുള്ള പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തന്നെയാണ്. ഈ വർഷം ഫെബ്രുവരി 28 മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ട സൈനിക നീക്കങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ മന്ദഗതിയിലാക്കി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സങ്ങളും അന്താരാഷ്ട്ര തലത്തിലുണ്ടായ സുരക്ഷാ ഭീഷണികളും കാരണം UAEയിലെ സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ ബിസിനസ് വിപുലീകരണ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരായി. അന്താരാഷ്ട്ര വ്യാപാരം, ടൂറിസം, വ്യോമയാനം, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളെയാണ് ഈ യുദ്ധാന്തരീക്ഷം ഏറ്റവും മാരകമായി ബാധിച്ചത്. ദുബായ് പോലെയുള്ള ആഗോള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ പെട്ടെന്നുണ്ടായ കുറവ് ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖലകളുടെ വരുമാനത്തെ വലിയ തോതിൽ ഇല്ലാതെയാക്കി. പല പ്രമുഖ റെസ്റ്റോറന്റുകളുടെയും വരുമാനത്തിൽ 50 മുതൽ 80% വരെ ഇടിവ് സംഭവിച്ചതോടെ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും പലരെയും അനിശ്ചിത കാലത്തേക്ക് ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിപ്പിക്കാനും കമ്പനികൾ മുതിരുന്നുണ്ട്. ബിസിനസ് രംഗത്തുണ്ടായ ഈ അനിശ്ചിതാവസ്ഥ കാരണം പുതിയ ആളുകളെ ജോലിക്കെടുക്കുന്നത് കമ്പനികൾ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ്. വൻതോതിൽ പണം മുടക്കി പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിന് പകരം നിലവിലുള്ള ബിസിനസ് എങ്ങനെയും നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള കൺസർവേറ്റീവ് തന്ത്രങ്ങളാണ് സ്വകാര്യ മേഖല ഇപ്പോൾ പയറ്റുന്നത്. പരമ്പരാഗത ജോലികളിൽ വലിയ ഇടിവ് സംഭവിക്കുമ്പോഴും UAE തൊഴിൽ വിപണിയിൽ ചില പോസിറ്റീവ് മാറ്റങ്ങളും പ്രകടമാകുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. കമ്പനികൾ തങ്ങളുടെ ഓഫീസ് ചെലവുകൾ ചുരുക്കുന്നതിന്റെ ഭാഗമായി വർക്ക് ഫ്രം ഹോം അഥവാ റിമോട്ട് വർക്കിംഗ് രീതികളിലേക്ക് വലിയ തോതിൽ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും UAEയിലെ ഇൻഫർമേഷൻ ടെക്നോളജി, ഡിജിറ്റൽ മീഡിയ മേഖലകളിൽ നിയമന മാന്ദ്യം കാര്യമായി ബാധിച്ചിട്ടില്ല. IT അനുബന്ധ മേഖലകളിലെ തൊഴിൽ അവസരങ്ങളിൽ കേവലം 6% കുറവ് മാത്രമാണ് ഉണ്ടായത്. ഇതിനെല്ലാം പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് വിപണിയിൽ ഇപ്പോഴും വൻ ഡിമാൻഡാണുള്ളത്. ഇത്തരം തസ്തികകളിലെ നിയമനങ്ങളിൽ ഏകദേശം 20% വർധനവാണ് ഈ പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടായിരിക്കുന്നത് എന്നത് വിപണിയുടെ മാറുന്ന സ്വഭാവത്തെ കാണിക്കുന്നു. UAE സർക്കാർ തങ്ങളുടെ സാമ്പത്തിക ഘടനയെ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി IT മേഖലയ്ക്ക് നൽകുന്ന ശക്തമായ പിന്തുണയാണ് ഈ മേഖലയെ തളർച്ചയിൽ നിന്നും രക്ഷിക്കുന്നത്. അതിനാൽ തന്നെ പരമ്പരാഗത കഴിവുകൾ മാത്രം കൈമുതലായുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യകളിൽ അറിവുള്ളവർക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്. ഈ പുതിയ സാഹചര്യങ്ങൾ നൽകുന്ന സൂചന വളരെ വ്യക്തമാണ്. ഗൾഫ് ജോലി എന്നത് ഇനി പഴയതുപോലെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒന്നല്ല. പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് വിപണിയിൽ ഇനിയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. അതിനാൽ തന്നെ UAEയിൽ പുതിയ തൊഴിൽ തേടുന്നവരും നിലവിൽ അവിടെ ജോലി ചെയ്യുന്നവരും തങ്ങളുടെ തൊഴിൽ നൈപുണ്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാൻ
പരിശ്രമിക്കാൻ തയ്യാറാകണം. വെറും ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സെയിൽസ് ജോലി എന്നതിനപ്പുറം ഡിജിറ്റൽ സാക്ഷരതയും സാങ്കേതിക അറിവുകളും നേടിയെടുക്കുക എന്നത് വരും നാളുകളിൽ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എണ്ണയിതര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള യുടെ ദീർഘകാല പദ്ധതികൾ വരും മാസങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും താൽക്കാലികമായി ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ കരുതലോടെ വേണം പ്രവാസികൾ സമീപിക്കാൻ. പ്രതിസന്ധികളെ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും അതിജീവന ശേഷി കൊണ്ടും നേരിട്ട് ശീലിച്ച മലയാളി പ്രവാസികൾക്ക് ഈ പുതിയ മാറ്റങ്ങളെയും കൃത്യമായ ആസൂത്രണത്തിലൂടെയും സ്വയം നവീകരണത്തിലൂടെയും മറികടക്കാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.